നിങ്ങൾക്കും അച്ഛനമ്മമാരെ പോലെ ഓഫീസിൽ പോകാൻ ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. എന്നാൽ നിങ്ങൾക്കൊക്കെ നല്ല ഡ്രസ്സുകൾ ഇട്ട് നന്നായി ഉടുത്തൊരുങ്ങാം. ഉടുത്തൊരുങ്ങി തയ്യാറാകാം. സാധാരണയായി നാം പുറത്തു പോകുമ്പോൾ ഡ്രസ് അണിഞ്ഞു പോകാറുണ്ട്. ഓഫീസിൽ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും പരിപാടികൾക്ക് പോകുമ്പോഴും നാം നന്നായി അണിഞ്ഞൊരുങ്ങും. ഡ്രസ്സിംഗ് ടേബിൾ. നിങ്ങളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സുഗന്ധ തൈലങ്ങൾ, ചീപ്പ്, പൗഡർ എന്നിങ്ങനെയുള്ള അലങ്കാര വസ്തുക്കൾ ഡ്രസ്സിംഗ് ടേബിളിലാണ് വെക്കാറുള്ളത്. ഇസ്തിരിപ്പെട്ടി. നിങ്ങളുടെ വസ്ത്രങ്ങൾ വെടിപ്പുള്ളതായി കാണപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രങ്ങൾ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ഇസ്തിരിയിട്ട് ധരിക്കണം. ചീപ്പ്. നന്നായി കാണപ്പെടാൻ നമ്മുടെ തലമുടി ചീപ്പ് കൊണ്ട് നന്നായി ചീകി ഒതുക്കണം. അലമാര. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഏതിൽ നിന്നാണ് എടുത്തണിയാറുള്ളത്? അലമാരയിൽ നിന്ന്, അല്ലേ? പൊതുവെ നാം ധരിക്കാറുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അലമാരയിലാണ് സൂക്ഷിക്കാറുള്ളത്. ചെരുപ്പുകൾ, ഷൂസുകൾ, സോക്സുകൾ. കൃത്യമായ അളവിലുള്ള ചെരുപ്പുകൾ, ഷൂസുകൾ, സോക്സുകൾ എന്നിവ ധരിക്കുക എന്നത് നമ്മുടെ വസ്ത്രാലങ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ബെൽറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബെൽറ്റ് ധരിക്കാൻ മറന്നിട്ടുണ്ടോ? പാന്റ് ഇടുപ്പിൽ നിന്ന് അയയാതെ ഇറുക്കമായിരിക്കാൻ ഇടുപ്പിന് ചുറ്റും അണിയുന്നതാണ് ബെൽറ്റ്. ടൈ. നിങ്ങൾ ടൈ അണിയുമ്പോൾ ഗംഭീരമായി കാണപ്പെടും. അതിനാൽ ടൈ അണിയാൻ മറക്കരുത്. പ്രത്യേകിച്ച് ജോലിക്കാര്യത്തിനായി നിങ്ങൾ പുറത്തെവിടേക്കെങ്കിലും പോകുമ്പോൾ. ഫേസ് പൗഡർ. ഏറെ നേരം ഉന്മേഷത്തോടെയും പുത്തൻ ഉണർവോടെയും കാണപ്പെടാൻ മുഖത്ത് പൗഡർ പൂശേണ്ടത് അത്യാവശ്യമാണ്. സാരി. സാരി എന്നത് ഭാരത സ്ത്രീകളുടെ വസ്ത്രമാണ്. സാരി ധരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയെ കാണാൻ സുന്ദരിയായിരിക്കും. പാന്റും ഷർട്ടും. പൊതുവെ പുരുഷന്മാർ അണിയുന്ന വസ്ത്രങ്ങളാണ് പാന്റും ഷർട്ടും.